أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇതുവരെ പറഞ്ഞത് ഹിജ്റത്തിന് ശേഷമുള്ള ആദ്യകാല സംഭവങ്ങൾ, ബദർ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, അതുപോലെ മക്കയിലെ നിഷേധികളുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഉണ്ടായ പ്രതിക്രിയകൾ, അതുപോലെ അവരുടെ ആസൂത്രണങ്ങളെ തകർക്കുന്നതിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത നീക്കങ്ങൾ എന്നിവയായിരുന്നു. ഇനി ബദർ യുദ്ധത്തിന് മുമ്പുണ്ടായ ചില സരിയത്തുകളും സൈനിക നീക്കങ്ങളും ഗസ്വകളും യുദ്ധങ്ങളും സംബന്ധിച്ചുള്ള സംക്ഷിപ്തമായ പരാമർശങ്ങൾ ഞാൻ ഇവിടെ നടത്തുന്നതാണ്. തുടർന്ന് മക്കയിലെ നിഷേധികൾ ബദർ യുദ്ധത്തിന് വേണ്ടി ചെയ്ത തയ്യാറെടുപ്പുകളുടെ വിശദാംശങ്ങളും ഇൻഷാ അല്ലാഹ് വിവരിക്കുന്നതായിരിക്കും. സരിയ ഹസ്രത്ത് ഹംസ, ഇത് ആദ്യ സൈനിക നീക്കമാണ്. ഹിജ്റ വർഷം 1 റമദാൻ മാസത്തിലാണ് അത് നടന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ഈ സൈനിക നീക്കത്തെ സരിയ സീഫുൽ ബഹർ എന്നും പറയുന്നു. അതിൽ മുസ്ലിങ്ങളുടെ കൊടിയുടെ നിറം വെള്ളയായിരുന്നു. ആ പതാക ഏന്തിയത് അബു മിർസദ് ഗനവി റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഈ സൈനിക നീക്കത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വർഷം 1 റമദാൻ മാസത്തിലാണ് അയച്ചത്. തൻ്റെ പിതൃവ്യനായ ഹസ്രത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിനെയാണ് അതിൻ്റെ അമീറായി നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹത്തോടൊപ്പം 30 മുഹാജിരിങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ ഈസ് പ്രദേശത്തിൻ്റെ ചുറ്റുപാടിലും ചെങ്കടൽ തീരം വരെയും പോയി. ഒരു ഖുറൈശി സംഘം അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. അവരുമായി കണ്ടുമുട്ടി. ഈസ് എന്ന സ്ഥലം റാബിക്കിൻ്റെ വടക്കു ഭാഗത്ത് ഏകദേശം 30 കിലോമീറ്റർ ദൂരെയുള്ള പ്രദേശമാണ്. അത് സനിയത്തുൽ മറയുടെ പ്രാന്തപ്രദേശത്തുള്ളതാണ്. മദീനയിൽ നിന്നും ഏകദേശം 240 കിലോമീറ്റർ അകലെയാണ് റാബിക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സനാബത്തുൽ ഈസ് എന്നു പേരുള്ള ഒരു അരുവി ഉണ്ടായിരുന്നു. അതിന് ചുറ്റിലും ഇലന്ത മരങ്ങൾ ഉണ്ടായിരുന്നു ധാരാളമായി. ഈ കാരണങ്ങളാലാണ് അതിന് ഈസ് എന്ന് പറയുന്നത്. ഇവിടെ ബനു സുലൈം ഗോത്രം അധിവസിച്ചിരുന്നു. ഷാമിലേക്ക് പോകുന്ന ഖുറൈശികളുടെ കച്ചവട സംഘങ്ങൾ ഇതിലൂടെയായിരുന്നു കടന്നുപോയത്. ഏതായാലും ഇരു വിഭാഗങ്ങളും നേർക്കുനേർ അണിനിരന്നു. ഒരു യുദ്ധം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഗോത്രത്തിലെ ഒരു പ്രമാണി സന്ധി ചെയ്യിപ്പിച്ചു. 2 കക്ഷികളും അങ്ങനെ തിരിച്ചു പോകുകയാണ് ഉണ്ടായത്. അടുത്തത് സരിയ ഉബൈദ് ബിൻ ഹാരിസ് ആണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 1-ാം വർഷം ഷവ്വാൽ മാസത്തിലാണ് ഹസ്രത്ത് ഉബൈദ് ബിൻ ഹാരിസിനെ 60 മുഹാജിരിങ്ങളുടെ നേതൃത്വത്തിൽ അയച്ചത്. റാബിക്കിന് സമീപം സനിയത്തുൽ മറയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ അബൂ സുഫിയാനും അയാളുടെ 200 കുതിരസവാരികളുമായി ഇവർ എതിരിട്ടു. ഇരുഭാഗങ്ങളിൽ നിന്നും അമ്പ്
തുരുതുരെ വർഷിക്കപ്പെട്ടു. എന്നാൽ അത് ഒരു യുദ്ധത്തിൻ്റെ രൂപം കൈവരിച്ചില്ല. ഹസ്രത്ത് സാദ് ബിൻ അബി വക്കാസ് ആണ് ആ ദിവസം ഏറ്റവും ആദ്യം അമ്പ് എയ്തത്. അതിന് മുമ്പൊരിക്കലും മുസ്ലിങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഇടയിൽ ഒരു അമ്പെയ്ത്തും ഉണ്ടായിട്ടില്ല. അതായത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ അമ്പായിരുന്നു അത്. അതിൽ ഹസ്രത്ത് സാദിന് ന്യായമായും അഭിമാനത്തിന് വകയുണ്ടായിരുന്നു. പിന്നെ രണ്ടു കൂട്ടരും തിരിച്ച് തന്തങ്ങളുടെ പ്രദേശത്തേക്ക് പോയി. സനിയത്തുൽ മറ ഇത് റാബിക് പട്ടണത്തിന്റെ വടക്ക് കിഴക്ക് ഏകദേശം 55 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നു. മദീനയിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം 200 കിലോമീറ്റർ ആണ്. അടുത്തത് സരിയ ഹദ്രത്ത് സാദ് ബിൻ അബി വക്കാസ് ആണ്. ഇത് ഹിജ്റ 1-ാം വർഷത്തിൽ, ചില നിവേദനങ്ങളനുസരിച്ച് 2-ാം വർഷത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് സാദ് ബിൻ അബി വക്കാസിനെ 20 പേരുടെ അമീറായി നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞയച്ചു. മാത്രമല്ല ഖറാർ താഴ്വരയിൽ നിന്നും മുമ്പോട്ട് കടക്കരുതെന്ന് നിർദ്ദേശവും നൽകി. അവരെല്ലാവരും കാലാൾപ്പടയായി യാത്ര തുടർന്നു. പകൽ സമയങ്ങളിൽ അവർ ഒളിഞ്ഞിരുന്നു, രാത്രി സമയങ്ങളിൽ യാത്ര തുടർന്നു. അങ്ങനെ അവർ ഖറാറിലെത്തി. അവരുടെ ലക്ഷ്യം ഖുറൈശികളുടെ കച്ചവട സംഘത്തെ തടയുകയായിരുന്നു. എന്നാൽ ഈ ഒരു ചെറു സംഘം ഖറാറിലെത്തിയപ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കച്ചവട സംഘം തലേന്ന് അവിടെ നിന്ന് പോയി എന്നതായിരുന്നു. അങ്ങനെ അവർ യാതൊരു സംഘടനവും കൂടാതെ തന്നെ തിരിച്ചു വന്നു. ഖറാർ എന്ന സ്ഥലത്തെ പറ്റി പറയുന്നത്, ഈ വാക്കിന്റെ അർത്ഥം ശബ്ദത്തോടു കൂടി ഒഴുകുന്ന വെള്ളം എന്നാണ്. ഖറാർ ഹിജാസ് പ്രദേശത്തിൽ ജാഫയുടെ സമീപ പ്രദേശത്തിന്റെ പേരാണ്. അടുത്തത് ഖസ്വ വദ്ദാൻ, ഖസ്വ അബ്വ എന്ന പേരിലും അറിയപ്പെടുന്ന യുദ്ധമാണ്. ഇത് ഹിജ്റ 2-ാം വർഷം സഫർ മാസമാണ് അരങ്ങേറിയത്. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 60-70 മുഹാജിറുകളോടൊപ്പം അബവ അല്ലെങ്കിൽ വദ്ദാനിലേക്ക് പുറപ്പെട്ടു. ചരിത്രകാരനായ ഇബ്നു സാദിന്റെ വീക്ഷണത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്ത ആദ്യ ഗസവയായിരുന്നു ഇത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സാദ് ബിൻ ഉബാദയെ മദീനയിൽ തൻ്റെ പ്രതിനിധിയായി നിശ്ചയിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബവയിൽ എത്തി. തിരുനബിയുടെ ഉദ്ദേശം ഖുറൈശി കച്ചവട സംഘത്തെ തടയുകയായിരുന്നു. എന്നാൽ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തും മുമ്പ് തന്നെ സ്ഥലം വിട്ടിരുന്നു. അവിടെ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സമ്ര ഗോത്ര തലവനായ മഖ്ഷി ബിൻ അമ്ർ സമ്രിയുമായി ഉടമ്പടി ചെയ്തു. ഉടമ്പടി ഇതായിരുന്നു: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സമ്രയെ ആക്രമിക്കുന്നതിൽ നിന്നും തിരിച്ച് ബനു സമ്ര ഇസ്ലാമിനെതിരെ തിരിയുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം. ഇവർ അത്തരം നീക്കങ്ങളിൽ നിന്നും മാറി നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവിനെ സഹായിക്കാതെ തുടരണം. ഈ യാത്രയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 15 ദിവസം മദീനയ്ക്ക് വെളിയിലായിരുന്നു കഴിച്ചുകൂടിയത്. ബദ്ദാൻ എന്ന പ്രദേശത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണിത്. അബവയിൽ നിന്നും 13 കിലോമീറ്റർ അകലെയായാണ് മക്കയുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതാവിന്റെ കബറടക്കം അബവയിലായിരുന്നു നടന്നത്. ജോഫയിൽ നിന്നും ഇത് ഏകദേശം 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥലങ്ങളുടെ പേരും കാര്യങ്ങളും ഞാൻ പറയുന്നതിന് കാരണം, ചില അഹമ്മദികൾ, അവിടെ യാത്ര പോകുന്നവർ, ഉംറ ചെയ്യുന്നവർ ഉണ്ട്. അവർക്ക് ചരിത്രപരമായ കാര്യങ്ങൾ അറിയുമ്പോൾ ഈ സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെക്കുറിച്ച് ഇപ്രകാരം ലഘുവിവരണവും സാധ്യമാകുന്നു. ഖസ്വ ബുവാത്ത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വർഷം 2 റബിയുൽ അവൽ മാസം ഹദരത്ത് സാദ് ബിൻ മാസിനെ മദീനയുടെ അമീറായി നിശ്ചയിച്ചു. എന്നിട്ട് 2 സഹാബാക്കളോടൊപ്പം ഖുറൈശികളുടെ സംഘത്തെ തടയാനായി പുറപ്പെട്ടു. ഈ സംഘത്തിൽ ഉമയ്യ ബിൻ ഖൽഫും ഉണ്ടായിരുന്നു. കൂടാതെ മറ്റ് 100 ഖുറൈശികളും ഉണ്ടായിരുന്നു. 2500 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസ്വയുടെ പ്രാന്തപ്രദേശമായ ബുവാത്തിലെത്തി. എന്നാൽ അവിടെ സംഘടനമൊന്നും നടന്നില്ല. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വന്നു. ഈ യുദ്ധനീക്കത്തിൽ കൊടിയുടെ നിറം വെള്ളയായിരുന്നു. അത് സാദ് ബിൻ വക്കാസ് ആയിരുന്നു ഏന്തിയിരുന്നത്.
ബുവാദ് എന്ന സ്ഥലത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. ഇത് ജുബീന ഗോത്രത്തിന്റെ 2 കുന്നുകൾ ആയിരുന്നു. അത് മക്കയിൽ നിന്നും ഷാമിലേക്ക് പോകുന്ന വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനടുത്താണ് റിസ്വ എന്ന സുപ്രസിദ്ധ മലയുള്ളത്. മദീനയിൽ നിന്ന് ബുവാത്തിലേക്കുള്ള ദൂരം ഏകദേശം 100 കിലോമീറ്റർ ആണ്. അടുത്തത് ഗസ്വെ ഉഷേറയാണ്. ഖുറൈശികളുടെ ഒരു കച്ചവട സംഘം മക്കയിൽ നിന്നും പുറപ്പെട്ടതായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാനിടയായി. മക്കക്കാർ ഈ കച്ചവട സംഘത്തിന് തങ്ങളുടെ എല്ലാ സമ്പത്തും നൽകിയിരുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ലാഭവീതം മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധത്തിന് ഉപയോഗിക്കണം എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 2 ജമാദിൽ ഊല, മറ്റൊരു നിവേദനം അനുസരിച്ച് ജമാദിൽ സാനിയ, മദീനയിൽ നിന്നും 150 200 ആളുകൾ അടങ്ങുന്ന സംഘവുമായി യാത്ര പുറപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഷേറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖുറൈശികളുടെ കച്ചവട സംഘം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ അവിടെ നിന്നും പോയതായി അറിയാനിടയായി. മക്കയ്ക്കും മദീനയ്ക്കുമിടയിൽ ബനു മുദ്ലജ് പ്രദേശത്ത് യംബോവിൻ്റെ പ്രാന്തത്തിലുള്ള ഒരു പ്രദേശമാണ് ഉഷേറ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു ദിവസം അവിടെ തങ്ങി. ബനു മുദ്ലജ് സമ്രയിൽ നിന്നും അതിൻ്റെ സഖ്യകക്ഷികളുമായി അനുരഞ്ജന കരാർ ചെയ്തു. അതിനുശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നു. ഖുറൈശികളുടെ മക്കയിൽ നിന്നുള്ള ഈ കച്ചവട സംഘത്തെ തന്നെയാണ് ഷാമിൽ നിന്നും തിരിച്ചു വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പിന്തുടർന്നത്. തുടർന്ന് ബദർ യുദ്ധം അരങ്ങേറി. ഗസ്വ ബദർ ഊല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്വ ഉഷേറയിൽ നിന്നും വിരമിച്ച് മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഖുർസ് ബിൻ ജാബിർ മദീനയുടെ മേച്ചിൽപ്പുറത്ത് കടന്നാക്രമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പിടികൂടാൻ പുറപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് സയ്യിദ് ബിൻ ഹാരിസയെ തൻ്റെ പ്രതിനിധിയായി നിശ്ചയിച്ചു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് സമീപമുള്ള സഫ്വാൻ താഴ്വരയിലെത്തി. അത് ബദറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഒരു താഴ്വരയാണ്. മറുഭാഗത്ത് ഖുർസ് ബിൻ ജാബിർ വളരെ വേഗത്തിൽ അവിടെ നിന്നും പോകുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അയാളെ കണ്ടെത്താനാകാതെ വരികയും ചെയ്തു. ഈ സൈനിക നീക്കം ഗസ്വ ബദ്രുൽ ഊല എന്നും അറിയപ്പെടുന്നു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചെത്തി. ഇതിന് ബദ്രുൽ ഊല എന്ന് പേര് ലഭിച്ചതിന് കാരണം ഇതാണ്. ബദറിന്റെ ഒരു ഭാഗത്തുള്ള സഫ്വാൻ വരെയും മുസ്ലിം സൈന്യം എത്തി എന്നതിനാലാണ്. സീറത്തുൽ ഹലബിയയിൽ ഇത് ഇപ്രകാരം രേഖപ്പെട്ടിരിക്കുന്നു. ഖുർസ് ബിൻ ജാബിറിനെ സംബന്ധിച്ച് ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് വിശദീകരിച്ചിട്ടുണ്ട്. പറയുന്നു, ഖുർസ് ബിൻ ജാബിറിന്റെ ആക്രമണം ബദ്ദുക്കളെ പോലുള്ള വെറും നാശം വിതക്കലായിരുന്നില്ല, മറിച്ച് അത് തീർച്ചയായും ഖുറൈശികളുടെ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾക്കെതിരിൽ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഉള്ളതായിരുന്നു. ഒരുപക്ഷെ അവരുടെ ഉദ്ദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവനഷ്ടം വരുത്തിക്കാനും ആയിക്കൂടാ എന്നില്ല. എന്നാൽ മുസ്ലിങ്ങൾ ജാഗരൂകരാണെന്ന് കണ്ടപ്പോൾ അവരുടെ ഒട്ടകങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മക്ക ഖുറൈശികൾ മദീനയിൽ മിന്നലാക്രമണങ്ങൾ നടത്തി മുസ്ലിങ്ങളെ നശിപ്പിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാണ്. മറ്റൊരു പ്രസക്തമായ സംഗതി, ഇതിനു മുമ്പ് മുസ്ലിങ്ങൾക്ക് വാളുകൊണ്ടുള്ള ജിഹാദിന് അനുമതി ലഭിച്ചിരുന്നു. എന്നിരുന്നാലും അവർ ആത്മരക്ഷാർത്ഥം അത് സംബന്ധിച്ചുള്ള പ്രാരംഭ നടപടികളും സ്വീകരിച്ചിരുന്നു. എന്നാലും അതുവരേക്കും അവരുടെ ഭാഗത്തു നിന്നും കാഫിര്യങ്ങൾക്ക് യാതൊരു ജീവഹാനിയോ സാമ്പത്തിക നഷ്ടമോ ഒന്നും തന്നെ മുസ്ലിങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഖുർസ് ബിൻ ജാബിറിന്റെ ആക്രമണത്തോടുകൂടി മുസ്ലിങ്ങൾക്ക് വൻ നഷ്ടം സംഭവിച്ചു. അതായത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഖുറൈശികളുടെ വെല്ലുവിളി സ്വീകരിച്ചതിന് ശേഷം യുദ്ധത്തിൽ കാഫിര്യങ്ങൾ തന്നെയായിരുന്നു മുൻകൈ എടുത്തിരുന്നത്. അടുത്തത് സരിയ അബ്ദുള്ള ജഹഷ് ആണ്. മക്കയുടെ സമീപമായ നഹ്ല താഴ്വരയിലാണ് ഈ സൈനിക നീക്കമുണ്ടായത്. ഇത് സംബന്ധിച്ച് വന്നിരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ ഹസരത്ത് അബ്ദുള്ള ബിൻ ജഹഷിനെ 8 മുഹാജിരിങ്ങളോടൊപ്പം ദൗത്യ നിർവഹണത്തിനായി അയച്ചിരുന്നു. അതിൽ അൻസാരികളിൽപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല, ഒരാളുണ്ടായിരുന്നു. അവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്ത് നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ കത്ത് നിങ്ങളുടെ യാത്ര 2 ദിവസം പിന്നിട്ടാൽ മാത്രമേ നോക്കാവൂ, അതുപോലെ ഇതിലുള്ള കൽപ്പന പാലിക്കുകയും ചെയ്യേണ്ടതാണ്. വായിച്ച ശേഷം സംഘാംഗങ്ങളെ ആരും തന്നെ തന്നോടൊപ്പം യാത്ര തുടരാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തരുത്. ഹസരത്ത് അബ്ദുള്ള ബിൻ ജഹഷ് 2 ദിവസ യാത്രയ്ക്ക് ശേഷം തിരുനബി നൽകിയ കത്ത് തുറന്ന് വായിച്ചപ്പോൾ അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങൾ എൻ്റെ കത്ത് തുറന്ന ശേഷം യാത്ര തുടരുക.
അങ്ങനെ തായിഫിനും മക്കയ്ക്കും ഇടയിലുള്ള നഖ്ലയിലേക്ക് എത്തുക. അവിടെ ഖുറൈശികളുടെ നീക്കങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. അവരുടെ സ്ഥിതിഗതികൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുക. ഈ കത്ത് കണ്ടപ്പോൾ ഹജരത്ത് അബ്ദുള്ള ബിൻ ജഹഷ് പറഞ്ഞു, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ കടമയാണ്. എന്നിട്ട് തുടർന്ന് തൻ്റെ കൂട്ടാളികളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നഖ്ലയിലേക്ക് പോകാനും അവിടെ ഖുറൈശികളുടെ നീക്കങ്ങളെ വീക്ഷിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളിൽ ആരെയും എൻ്റെ കൂടെ വരാൻ നിർബന്ധിക്കരുത് എന്നും കൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഷഹാദത്ത് ആഗ്രഹിക്കുന്നവർക്ക് എന്നോടൊപ്പം വരാവുന്നതാണ്. എന്നാൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുമാകാം. എന്നാൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആരും തന്നെ തിരിച്ചു പോയില്ല. എല്ലാവരും ഹജാസിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിൽ ഒരിടത്ത് വെച്ച് ഹജരത് സാദ് ബിൻ അബി വക്കാസിൻ്റെയും ഹജരത് ഉത്ബ ബിൻ ഖസ്വാന്റെയും ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടു. അവരിരുവരും അവയെ തിരക്കി യാത്രയായി. ഹജരത് അബ്ദുള്ള ബിൻ ജഹഷ് മറ്റു കൂട്ടുകാരോടൊപ്പം നഖ്ലയിൽ എത്തുകയുണ്ടായി. അവിടെ ഖുറൈശികളുടെ ഒരു സംഘം കടന്നു പോകുന്നുണ്ടായിരുന്നു. അവർ കിഷ്മിഷ്, തുകൽ, ഖുറൈശികളുടെ കച്ചവട സാമഗ്രികൾ എന്നിവ വഹിച്ചായിരുന്നു നീങ്ങിയിരുന്നത്. ഈ സംഘത്തിൽ അമ്ർ ബിൻ ഹസ്രമിയും ഉണ്ടായിരുന്നു. ഖുറൈശികൾ മുസ്ലിങ്ങളെ കണ്ടപ്പോൾ ഭയചകിതരായി. ഹജരത് ഉക്കാഷ ബിൻ മിഹ്സൻ അവരുടെ മുന്നിലേക്ക് വന്നു. അദ്ദേഹം തലമുണ്ടനം ചെയ്തിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇക്കൂട്ടർ ഉംറ ചെയ്യാൻ പോകുകയാണെന്ന് കരുതി അവരൊക്കെ സമാധാനിച്ചു. തുടർന്ന് മുസ്ലിങ്ങൾ പരസ്പരം കൂടിയാലോചിച്ചു, ഇന്ന് റജബ് മാസത്തിലെ അവസാന ദിനമാണ്. നമ്മൾ അവരെ പൊരുതി വകവരുത്തുകയാണെങ്കിൽ ഇത് വിശുദ്ധ മാസമാണ്, അതുകൊണ്ട് സാധ്യമല്ല. എന്നാൽ ഇന്നത്തെ ദിവസം കഴിയാൻ കാത്തിരുന്നാൽ രാത്രിക്ക് രാത്രി അവർ ഹറമിന്റെ പരിധി വിട്ട് പോകുന്നതും നമ്മുടെ കയ്യിൽ നിന്നും കുതറി മാറുന്നതുമായിരിക്കും. അവസാനം എല്ലാവരും കൂടി ഈ സംഘത്തെ ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ചുറച്ചു. ഇതേക്കുറിച്ച് സഹാബാക്കളെ അനുസ്മരിക്കുന്നിടത്ത് ഞാൻ വിശദമായി പ്രതിപാദിച്ചതുമാണ്. ഹസരത് വാഖിദ് ബിൻ അബ്ദുള്ള തമീമി ഒരമ്പെടുത്ത് അമ്ർ ബിൻ ഹസ്രമിക്കു നേരെ എറിയുകയും അയാൾ വധിക്കപ്പെടുകയും ചെയ്തു. 2 പേരെ മുസ്ലിങ്ങൾ ബന്ദികളാക്കുകയും ചെയ്തു. എന്നാൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഹസ്രത് അബ്ദുള്ള ബിൻ ജഹഷ് മദീനയിൽ വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹറം മാസങ്ങളിൽ, വിശുദ്ധ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ ഞാൻ താങ്കളോട് കൽപ്പിച്ചിരുന്നില്ലല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൊണ്ടുവന്ന ഒട്ടകങ്ങളെയും ബന്ദികളെയും മാറ്റി നിർത്തി. അതിലൊന്നും തന്നെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ചിലർ പറയുന്നത് സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു മുസ്ലിങ്ങളുടെ യുദ്ധനീക്കങ്ങളുടെ ലക്ഷ്യമെന്ന് ആണ്. എന്നാൽ സമ്പത്ത് കൊള്ളയടിക്കുക എന്നൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. മറിച്ചായിരുന്ന സ്ഥിതിയെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൊണ്ടുവന്നവരെ പ്രശംസിച്ച് വളരെ നല്ല കാര്യമാണെന്ന് പറയുമായിരുന്നല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്ത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അതേസമയം ഖുറൈശികളും ബഹളം വെച്ചു. മുസ്ലിങ്ങൾ വിശുദ്ധ മാസങ്ങളുടെ പരിശുദ്ധി കളങ്കമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ വധിക്കപ്പെട്ട വ്യക്തി അമർ ബിൻ ഹസ്രമി അവരുടെ ഒരു പ്രമാണിയായിരുന്നു. മാത്രമല്ല മക്കയിലെ ഒരു പ്രമാണിയായ ഉത്ബ ബിൻ റബിയയുടെ സഖ്യകക്ഷിയുമായിരുന്നു. അതുകൊണ്ട് ഈ സംഭവം ഖുറൈശികളുടെ കോപാഗ്നിയെ ആളിക്കത്തിച്ചു. അവർ കുറെ കൂടി ആവേശഭരിതരായി മദീനയെ കടന്നാക്രമിക്കുന്നതിനുള്ള കോപ്പ് കൂട്ടാൻ തുടങ്ങി. ബദർ യുദ്ധത്തിന് മുഖ്യ കാരണം ഖുറൈശികളുടെ യുദ്ധസന്നാഹവും വിദ്വേഷാഗ്നിയുമായിരുന്നു. ചുരുക്കത്തിൽ ഈ സംഭവത്തെ തുടർന്ന് മുസ്ലിങ്ങൾക്കും കാഫിര്യങ്ങൾക്കും ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു. അവസാനം വിശുദ്ധ ഖുർആനിലെ വെളിപാടാണ് ഇറങ്ങി അവർക്ക് സാന്ത്വനമേകിയത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യസ്അലൂനക അനി ശഹ്റിൽ ഹറാമി ഖിതാലുൻ ഫീഹ് ഖുൽ ഖിതാലുൻ ഫീഹി കബീർ വസദ്ദു അൻ സബീലില്ലാഹി വകുഫ്റൻ ബിഹി വൽ മസ്ജിദിൽ ഹറാമി വഇഖ്റാജു അഹ്ലിഹി മിൻഹു അക്ബറു ഇൻദല്ലാഹി വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ ഫലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇൻ ഇസ്തതാഉ. അതായത് വിശുദ്ധ മാസത്തെ അതിൽ യുദ്ധം ചെയ്യുന്നത് സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതിൽ യുദ്ധം ചെയ്യുന്നത് മഹാപരാധമാകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നതും അവനെ നിഷേധിക്കുന്നതും, അതായത് അവയുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതും ഹറം
പരിധിയിൽ അധിവസിക്കുന്നവരെ സമ്മർദ്ദം ചെലുത്തി അവിടെ നിന്നും ബഹിഷ്കരിക്കുന്നതും. അല്ലയോ മുശ്രിക്കീങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ദൈവസമക്ഷം യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഹാപരാധമാകുന്നു. തീർച്ചയായും ഹറം മാസത്തിൽ രാജ്യത്തിനുള്ളിൽ യുദ്ധം ചെയ്യുന്നത് ഫിത്നയെ വിലക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന യുദ്ധത്തെക്കാൾ വലിയ കുറ്റമാണ്. അല്ലേ മുസ്ലിങ്ങളെ, കാഫിര്യങ്ങളുടെ അവസ്ഥ നോക്കുക. നിങ്ങളോടുള്ള ശത്രുതയിൽ അവർ അന്ധരാകുന്നു. എത്രത്തോളം എന്നാൽ അവർ എവിടെയും എപ്പോഴും നിങ്ങളുമായുള്ള യുദ്ധത്തിലുള്ള അവസരം പാഴാക്കുകയില്ല. അവർ തങ്ങളുടെ യുദ്ധം തുടരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായിരിക്കും. അതിനവർക്ക് ശക്തി ലഭിക്കണമെന്ന് മാത്രം. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ കണക്കിൽ ഈ കാഫിര്യങ്ങൾ മുസ്ലിങ്ങളെ ദീനിൽ നിന്നും പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോഴുണ്ടായ സംഭവത്തിൽ അള്ളാഹു യാതൊരു നീരസവും പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല, അത് ചരിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഇസ്ലാമിനെതിരിൽ ഖുറൈശി മൂപ്പന്മാർ തങ്ങളുടെ രക്തരൂക്ഷിത പ്രൊപ്പഗണ്ട വിശുദ്ധ മാസങ്ങളിലും അനുസ്യൂതം തുടർന്നു വന്നതാണ്. മറിച്ച് വിശുദ്ധ മാസങ്ങളിലെ സമ്മേളനങ്ങളും യാത്രകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ മാസങ്ങളിൽ തങ്ങളുടെ കലാപം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ കൂടുതൽ തീവ്രമാക്കുമായിരുന്നു. കൂടാതെ തികച്ചും നിർലജ്ജമായി തങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതിനായി വിശുദ്ധ മാസങ്ങളിൽ മാറ്റം വരുത്തുമായിരുന്നു. നീട്ടുകയോ വൈകിക്കുകയോ നേരത്തെയാക്കുകയോ ചെയ്യുമായിരുന്നു. ഇതിനെ അവർ നസി, അത് ഓർമ്മക്കേട് എന്നാണ് പറഞ്ഞിരുന്നത്. മേൽ മറുപടിയോടുകൂടി മുസ്ലിങ്ങൾക്ക് ഏതായാലും സമാധാനമുണ്ടായി. ഖുറൈശികളുടെ ആവേശവും കുറച്ച് കെട്ടടങ്ങി. വഹി ഉണ്ടായതായി അവരറിഞ്ഞു. ഇതിനിടയിൽ അവരുടെ ആളുകൾ തങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കാനായി മദീനയിലെത്തി. പക്ഷെ അതുവരെയും സാദ് ബിൻ അബി വക്കാസും ഉത്ബയും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഖുറൈശികളുടെ കൈകളാൽ ജീവനോടെ തിരിച്ചു വരുമോ എന്ന കാര്യത്തിലും അസന്ദിഗ്ധാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മടക്കം വരെ ബന്ദികളെ മോചിപ്പിക്കാൻ കൂട്ടാക്കാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആളുകൾ സുരക്ഷിതരായി തിരിച്ചു വന്നാൽ, മദീനയിലേക്ക് എത്തിയാൽ നിങ്ങളുടെ ആളുകളെ ഞാൻ വിട്ടേക്കുന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ചെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചനമൂല്യം വാങ്ങി രണ്ട് ബന്ദികളെയും മോചിപ്പിച്ചു. ഗസ്വ ബദ്റുൽ കുബ്ര. വിശുദ്ധ ഖുറാനിൽ ഈ യുദ്ധത്തെ യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫുർഖാൻ ബദർ യുദ്ധ ദിനമായിരുന്നു. അന്നാണ് എതിരാളികളുടെ ശക്തരായ വിഭാഗവും അവരുടെ തലവന്മാരും നശിക്കപ്പെട്ടതും മുസ്ലിങ്ങൾക്ക് വിജയവും മേൽക്കോയ്മയും ലഭിച്ചതും. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ മറ്റൊരിടത്ത് ഫുർഖാൻ എന്ന വാക്കിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വിശുദ്ധ ഖുറാനിൽ നിന്നും ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് ശത്രുക്കളുടെ നടുവൊടിക്കുന്ന വിജയമാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. അത് ബദർ യുദ്ധമായിരുന്നു, ആ ദിവസമായിരുന്നു. ഈ ഗസവയെ ബദർ സാനിയ, ബദറുൽ കുബ്ര, ബദറുൽ ഉസ്മ, ബദറുൽ ഖിതാൽ എന്നീ പേരുകളാലും വിളിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് അബൂ സുഫ്യാൻ ഖുറൈശികളുടെ കച്ചവട സംഘവുമായി ഷാമിൽ നിന്നും മടങ്ങുന്നുവെന്ന വിവരം ലഭിച്ചു. അതിൽ 1000 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഖുറൈശികളുടെ ഒരുപാട് മൂലധനവും ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന മിസ്കാൽ, അതായത് 3-4 മാഷ്, ചെറിയ അളവിലുള്ള സ്വർണം പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ധനമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും തന്നെ ഈ കച്ചവട സംഘത്തിന് തങ്ങളുടെ മുഴുവൻ സമ്പത്തും നൽകിയിരുന്നു. പറയപ്പെടുന്നത് ആ കച്ചവട സംഘത്തിൽ ഒരു വമ്പിച്ച സമ്പത്ത്, അവരുടെ മൂലധനം അവർ വഹിച്ചിരുന്നു എന്നാണ്. ഈ സംഘത്തിൽ 30-40 പേരുണ്ടായിരുന്നു. ഒരു നിവേദനം അനുസരിച്ച് 70 ആളുകളുണ്ടായിരുന്നു. ഈ കച്ചവട സംഘത്തെ പിന്തുടർന്ന് തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഷീറ എന്ന സ്ഥലത്ത് എത്തിയിരുന്നത്. എന്നാൽ ഈ സംഘം ആ സമയത്ത് ഷാമിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഈ ദൗത്യത്തിന് വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 2-ാം വർഷം ജമാദിൽ ഉലയിലോ ജമാദിൽ ആഖിറിലോ ആണ് പുറപ്പെട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘം തിരിച്ചെത്തിയത് അറിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ തന്നോടൊപ്പം പുറപ്പെടാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഖുറൈശികളുടെ കച്ചവട സംഘമാണ്, അതിൽ അവരുടെ സമ്പത്തുകളെല്ലാം ഉണ്ട്. നിങ്ങൾ അംഗപ്പുറപ്പാട് നടത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് യുദ്ധം മുതൽ അള്ളാഹുവായി എത്തിച്ചേക്കാം.
ചിലർക്ക് ആക്ഷേപം ഉന്നയിക്കാനുള്ള തക്കം പാർക്കുന്ന സ്വഭാവമാണുള്ളത്. അല്ലെങ്കിൽ ചിലർ വിവരദോഷികളാണ്. അവർ ആക്ഷേപിക്കുന്നത് മുസ്ലിങ്ങൾ മദീനയിൽ പോയി കൊള്ളയടിക്കാൻ തുടങ്ങി എന്നാണ്. അതിന് ഉദാഹരണമായി ഈ സംഘത്തെ പിന്തുടർന്ന് കാര്യം എടുത്തുദ്ധരിക്കുകയും ചെയ്യുന്നു. ഇത് തികച്ചും അറിവില്ലായ്മയും ജഹാലത്തുമാണ്, വിവരക്കേടുമാണ്. ആ സമയത്തുള്ള യുദ്ധ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലാത്തതിന്റെ കാരണമായാണ് അങ്ങനെ പറയുന്നത്. കാരണം ഖുറൈശികളുടെ ഈ സംഘത്തെ തടയുന്നത് ആക്ഷേപർഹമായ കാര്യമായിരുന്നില്ല. ഇതേക്കുറിച്ച് ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാബ് MA സീറത്ത് ഖാത്തമുൻ നബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പുറപ്പെട്ടത് ഒരിക്കലും ആക്ഷേപർഹമായിരുന്നില്ല. കാരണം ഒന്നാമതായി മുസ്ലിങ്ങൾ തടയാൻ വേണ്ടി പുറപ്പെട്ട ഈ കച്ചവട സംഘം ഒരു അസാധാരണമായ വൻ സംഘമായിരുന്നു. അതിൽ ഖുറൈശികളുടെ എല്ലാ സ്ത്രീ പുരുഷന്മാരും കച്ചവട പങ്കാളിത്തം വഹിച്ചിരുന്നു, ഷെയർ ഇട്ടിരുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഖുറൈശി മൂപ്പന്മാർ ഇതിൽ നിന്നും കിട്ടുന്ന ലാഭം മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് ഉറപ്പിച്ചിരുന്നു. ചരിത്രത്തിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ട്. ഈ കച്ചവട ലാഭം തന്നെയായിരുന്നു ഉഹദ് യുദ്ധത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിനായി ചെലവഴിച്ചത്. ചുരുക്കത്തിൽ അവരുടെ കച്ചവട സംഘത്തെ തടയേണ്ടത് യുദ്ധപരമായ നീക്കങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. രണ്ടാമതായി പൊതുവിൽ ഖുറൈശികളുടെ സംഘം തടയേണ്ടതുണ്ടായിരുന്നു. അവർ ആയുധധാരികളായിരുന്നു. മദീനയോട് ചേർന്നായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നതും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് എപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും അപകട സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ തടയേണ്ടത് അനിവാര്യമായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഈ കച്ചവട സംഘം ഏതു ഭാഗത്തോടെയൊക്കെ കടന്നു പോകുന്നുവോ അവിടെയൊക്കെ തന്നെ മുസ്ലിങ്ങൾക്കെതിരിൽ അറബിയൻ ഗോത്രങ്ങളിൽ വളരെ പ്രകോപനകരമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വഴിയിൽ വെച്ച് തന്നെ പ്രതിരോധിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് ആത്മരക്ഷയുടെ ഭാഗമായി മാത്രമായിരുന്നു. നാലാമത്തെ കാര്യം, ഖുറൈശികളുടെ ദൈനംദിന ചെലവുകൾ കച്ചവടത്തിൽ അധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ട് ഇത്തരം സംഘങ്ങളെ തടയേണ്ടത് ആക്രമകാരികളായ ഖുറൈശികൾക്ക് ബോധമുണ്ടാക്കാൻ അനിവാര്യമായിരുന്നു. അവരെ അവരുടെ യുദ്ധപരമായ നീക്കങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനും അനുരഞ്ജനത്തിനും സമാധാനത്തിനും നിർബന്ധിക്കുന്നതിനും അതൊരു ഉത്തമ മാർഗവുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ തടയുന്നതിന് വേണ്ടി ചില രാജ്യങ്ങൾ സാങ്ഷൻസ്, ഉപരോധങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. തെറ്റായ നിലയിലാണ് മിക്കവാറും അതിക്രമപരമായ നിലയിലുള്ള സാങ്ഷനുകളാണ് നടത്താറുള്ളത്. ഇത്തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു ഈ ഉപരോധവും. ഈ സംഘങ്ങളെ തടയുന്നതിന് മുതലുകൾ കൊള്ളയടിക്കാനായിരുന്നില്ല ചെയ്തിരുന്നത്. വിശുദ്ധ ഖുറാനിൽ വളരെ വ്യക്തമായും അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഈ പ്രത്യേക സൈനിക നീക്കത്തിന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് സമ്പത്ത് കാരണമായിരുന്നില്ല, മറിച്ച് ഈ ചെറിയ നീക്കത്തിലൂടെ കുറഞ്ഞ പ്രയാസവും ചെറിയ ബുദ്ധിമുട്ടുകളും സഹിച്ചാൽ മതിയല്ലോ എന്നോർത്തായിരുന്നു. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ കച്ചവട സംഘത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി രണ്ട് സഹാബാക്കളെ ഹസ്രത്ത് ത്വൽഹ ബിൻ ഉബൈദുള്ള, ഹസ്രത്ത് സാദ് ബിൻ സയ്യിദ് ബിൻ സെയ്ദിനെയും നേരത്തെ പറഞ്ഞിരുന്നു. അവർ രണ്ടുപേരും മദീനയിൽ നിന്നും പുറപ്പെട്ടു. കച്ചവട സംഘത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം മദീനയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞതായാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും ബദറിലേക്ക് നീങ്ങി. പക്ഷെ വഴിയിൽ വെച്ച് അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. ആ സമയത്ത് തിരുനബി ബദർ യുദ്ധത്തിൽ നിന്നും വിരമിച്ച് തിരികെ വരികയായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് സഹാബാക്കൾക്കും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനായില്ല. എന്നിരുന്നാൽ കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ മുതലിൽ നിന്നും അവർക്കും വിഹിതം നൽകി. മറുഭാഗത്ത് അബൂ സുഫിയാന് അയാളുടെ ചാരന്മാർ മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി കച്ചവട സംഘത്തെ നേരിടാൻ പുറപ്പെടുന്നു എന്ന് അറിഞ്ഞിരുന്നു. മറ്റൊരു കാര്യം പറയപ്പെടുന്നത്, അബൂ സുഫിയാൻ ഒരാളെ കണ്ടു. അയാൾ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം മുതൽക്ക് ഈ കച്ചവട സംഘത്തെ തടയാൻ ആഗ്രഹിച്ചിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ ഈ കച്ചവട സംഘം തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്നതായി ഞാൻ കണ്ടിരുന്നു. ഈ വിവരം ലഭിച്ചപ്പോൾ അബൂ സുഫിയാൻ വളരെ ഭയചകിതനായി. അയാൾ സംസം ബിൻ അമർ ഗിഫാരി എന്ന ഒരാളെ കുറിച്ച് വേതനവും നൽകി മക്കയിലേക്ക് പറഞ്ഞയച്ചു. അയാളോട് പറഞ്ഞു, മക്കയിൽ പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. അങ്ങനെ സംസം വളരെ ശീഘ്രഗതിയിൽ അവിടെ നിന്ന് പുറപ്പെട്ടു. അബൂ സുഫിയാന്റെ ഈ സന്ദേശവാഹകൻ മക്കയിലെത്തിയപ്പോൾ അറബികളുടെ രീതി അനുസരിച്ച് വളരെ ഭയാനക അവസ്ഥയും
സൃഷ്ടിക്കപ്പെട്ടു. ആ നിലയിൽ അലമുറ കൂട്ടാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മക്കാരെ, നിങ്ങളുടെ സംഘത്തെ ആക്രമിക്കുന്നതിനായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും പുറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുക. മറുഭാഗത്ത് അബൂ സുഫിയാൻ വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കി മുസ്ലിങ്ങളുടെ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് യാത്ര തുടരുകയും ചെയ്തിരുന്നു. അവർ ബദർ നീരുറവയുടെ തീരത്തെത്തിയപ്പോൾ അയാൾ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ആരെങ്കിലും കണ്ടിരുന്നോ? അയാൾ പ്രതിവചിച്ചു, ഇവിടെ രണ്ടാളുകൾ വന്നിരുന്നു. ഈ കുന്നിന് സമീപം ഒട്ടകത്തെ നിർത്തി വെള്ളം കൊണ്ടുപോയിരുന്നു. അബൂ സുഫിയാൻ ഒട്ടകങ്ങളുടെ സ്ഥലത്തെത്തി അവിടെ ഒരു ഒട്ടക കാഷ്ടം കാണാനിടയായി. അയാൾ അതിൽ നിന്നും ഒന്നെടുത്തു. അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ ഈന്തപ്പഴ കുരുവായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഇത് മദീനയുടെ കാലിത്തീറ്റയാണല്ലോ. മദീനക്കാർ അതിനടുത്ത് എവിടെയോ ഉണ്ടാകുമെന്ന് അയാൾ ഊഹിച്ചുറച്ചു. അങ്ങനെ വളരെയധികം അയാൾ തൻ്റെ സംഘത്തിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ സംഘാംഗങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന വഴികളിൽ നിന്നും മാറ്റി സമുദ്ര തീരത്തോടു കൂടി ഉള്ള വഴി ഉപയോഗിക്കുകയുണ്ടായി. ബദറിനെ വിട്ട് അവർ വളരെ വേഗം മുന്നോട്ട് ഗമിച്ചു. ഇത് സംബന്ധിച്ച് ആത്തിക ബിൻത്ത് അബ്ദുൽ മുത്തലിബ് വളരെ കൗതുകകരമായ ഒരു സ്വപ്നവും കണ്ടിരുന്നു. അത് വളരെ സത്യമായി പുലരുകയുമുണ്ടായി. ആത്തിക അബ്ദുൽ മുത്തലിബിന്റെ മകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ സഹോദരിയും ഉമ്മുൽ മുഅ്മിനീൻ ഹസരത്ത് ഉമ്മ സൽമയുടെ മാതാവുമായിരുന്നു. ഇവർ ഇസ്ലാം സ്വീകരിച്ചതിനെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ചിലർ അഭിപ്രായപ്പെടുന്നത് അവർ ഇസ്ലാം സ്വീകരിച്ചെന്നാണ്. എന്നാൽ ബഹുഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത് അവർ ഇസ്ലാം സ്വീകരിച്ചില്ല എന്നാണ്. ഏതായാലും അവർ അബൂ സുഫിയാന്റെ ദൂതനായ സംസം മക്കയിൽ എത്തുന്നതിനും 3 നാൾ മുമ്പാണ് ഈ സ്വപ്നം കണ്ടത്. അതിൽ അവർ ഭയചകിതരായി. അവർ തന്റെ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവത്താണ്, ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടിരുന്നു. അത് തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. നിങ്ങളുടെ സമൂഹത്തിന്മേൽ വലിയ വിപത്ത് വരുമെന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ രഹസ്യമാക്കി വയ്ക്കണം. ഒരു നിവേദനമനുസരിച്ച് ആത്തിക അബ്ബാസിനോട് പറഞ്ഞു, ഇതേപ്പറ്റി ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്കു തരികയാണെങ്കിൽ മാത്രമേ ഞാൻ താങ്കളോട് ആ കാര്യം പറയുകയുള്ളൂ. കാരണം ഖുറൈശികൾ ഇത് കേട്ടാൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും, നമുക്കെതിരെ സംസാരിക്കുകയും കുറ്റം പറയുകയും ചെയ്യും. ഇബ്നു അബ്ബാസ് അങ്ങനെ ചെയ്യുമെന്ന് വാക്കു കൊടുത്തു. അങ്ങനെ ഹസരത്ത് അബ്ബാസ് ചോദിച്ചു, എന്താണ് നിങ്ങൾ കണ്ടത്? ആത്തിക പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരാൾ ഒട്ടകപ്പുറത്ത് വന്ന് അബ്ത മൈതാനത്തിൽ വന്നു. മക്കയും മദീനയും ചേർന്നാണ് അബ്ത എന്ന് പറയപ്പെടുന്നത്. ഈ സ്ഥലം മിനയോട് കൂടുതൽ അടുത്താണ്. അയാൾ ഉറക്കെ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വധസ്ഥലിയിലേക്ക് 3 ദിവസത്തിനകം പോകേണ്ടതാണ്. ആത്തിക പറയുന്നു, ജനങ്ങൾ അയാൾക്ക് ചുറ്റും ഒരുമിച്ച് കൂടി എന്ന് ഞാൻ കണ്ടു. പിന്നെ അവർ കാബയിൽ പ്രവേശിച്ചു. ജനങ്ങൾ അയാൾക്ക് പിന്നാലെ തിരിച്ചു. അയാൾക്ക് ചുറ്റിലുമുള്ളവർ കാണുന്നത് എന്താണ്? അയാളുടെ ഒട്ടകവുമായി കാബയുടെ മേൽക്കൂരയിൽ അയാൾ നിൽക്കുന്നു. വീണ്ടും അയാൾ ഇപ്രകാരം ഉറക്കി വിളംബരം ചെയ്യാൻ തുടങ്ങി, അല്ലയോ ജനങ്ങളെ, 3 നാളുകൾക്കകം നിങ്ങളുടെ വധസ്ഥലയിലേക്ക് നിങ്ങൾ പോകുക. പിന്നെ അയാൾ തൻ്റെ ഒട്ടകവുമായി ജബൽ അബി കുബൈസ് എന്ന മലമുകളിൽ കയറിയതായി ഞാൻ കണ്ടു. അബു കുബൈസ് മലയെക്കുറിച്ച് പറയുന്നു, ഇത് മക്കയുടെ കിഴക്കുള്ള വളരെ വിഖ്യാതമായ ഒരു മലയാണ്. പിന്നീട് അയാൾ അവിടെ നിന്നും അതുതന്നെ ഉറക്കെ പ്രഖ്യാപിച്ചു. തുടർന്ന് ഒരു കല്ല് അയാൾ മലമുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു. അത് നിലം പൊത്തിയതും തുണ്ടം തുണ്ടമായി ചിതറിപ്പോയി. അതിൻ്റെ കഷ്ണം പതിക്കാത്ത ഒരു വീടും മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ഹസരത്ത് അബ്ബാസ് ആത്തിക്കയോട് പറഞ്ഞു, ദൈവത്താണ്, ഈ സ്വപ്നം വളരെ സുപ്രധാനമാണ്. നിങ്ങളും ഇത് രഹസ്യമാക്കി വെക്കുക. അതേക്കുറിച്ച് ആരോടും സംസാരിക്കരുത്. തുടർന്ന് ഹസരത്ത് അബ്ബാസ് ആത്തിക്കയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി. വഴിയിൽ അദ്ദേഹം തൻ്റെ സുഹൃത്തായ വലീദ് ബിൻ ഉത്ബയെ കണ്ടു. തൻ്റെ സഹോദരിയോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലീദിനോട് അദ്ദേഹം സ്വയം തന്റെ സ്വപ്നത്തെക്കുറിച്ച് വിവരിച്ചു. എന്നിട്ട് ഹസരത്ത് അബ്ബാസ് ആ വ്യക്തിയോട് ആരോടും പറയരുതെന്ന് വിലക്കി. എന്നാൽ ഒരു കാര്യം പുറത്തു വന്നാൽ പിന്നെ അത് പറഞ്ഞു പരക്കാൻ സമയമെടുക്കുകയില്ലല്ലോ. വലീദ് തൻ്റെ പിതാവായ ഉത്ബയോട് ഇക്കാര്യം പറഞ്ഞു. അങ്ങനെ അത് മക്കയിൽ ആകെ പാട്ടായി. പിന്നെ 2 ആളുകൾ കൂടുന്നിടത്തെല്ലാം ഈ സ്വപ്നത്തെക്കുറിച്ചായി ചർച്ച. അബ്ബാസ് പറയുന്നു, പിറ്റേന്ന് രാവിലെ കാബാലയത്തിൽ തവാഫ് ചെയ്യാൻ പോയപ്പോൾ
അവിടെ അബൂജഹൽ ഖുറൈശികളുടെ ചില ആളുകളോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ കണ്ടതും പറഞ്ഞു, ഏ അബുൽ ഫസിൽ, ഹദത്ത് അബ്ബാസിന്റെ വിളിപ്പേരായിരുന്നു ഇത്. തവാഫിന് ശേഷം എന്നെ ഒന്ന് കണ്ടിട്ട് പോകണം. അപ്പോൾ ഹദത്ത് അബ്ബാസ് പറഞ്ഞു, ഞാൻ തവാഫ് ചെയ്ത ശേഷം അയാളുടെ അടുത്തെത്തി. അപ്പോൾ അബൂജഹൽ എന്നോട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന്റെ മോനെ, നിങ്ങൾ എപ്പോഴാണ് നബിയ്യ ഉണ്ടാകാൻ തുടങ്ങിയത്? ഞാൻ ചോദിച്ചു, താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് നിങ്ങളുടെ പുരുഷന്മാർ പ്രവാചകത്വം വാദിക്കുന്നുണ്ടല്ലോ. അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സ്ത്രീകളെ നുബുവത്ത് വാദിച്ചു തുടങ്ങിയിരിക്കുന്നു, നബിയ്യ ആയിരിക്കുന്നു. ഈ ആത്തിക എന്ത് സ്വപ്നമാണ് കണ്ടത്? ഹദരത്ത് അബ്ബാസ് തിരിച്ചു ചോദിച്ചു, അവരെന്ത് സ്വപ്നം കണ്ടെന്നാണ് പറയുന്നത്? അബൂജൽ പറഞ്ഞു, ഞാൻ ഒരു ആൾ ഒട്ടകപ്പുറത്ത് വരുന്നതായി കണ്ടെന്നും അയാൾ ഇങ്ങനെയൊക്കെ വിളംബരം ചെയ്തു എന്നും പിന്നെ മലമുകളിൽ നിന്നും കല്ല് താഴേക്ക് ഇട്ടെന്നും ഒക്കെ അവർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ മുഴുവൻ സ്വപ്നവും അവിടെ വിവരിച്ചു. തുടർന്ന് അബൂജഹൽ പറഞ്ഞു, ഞങ്ങൾ 3 ദിവസം വരെ കാത്തിരിക്കും. അതിനുള്ളിൽ ഈ സ്വപ്നം ഇതുപോലെ പൂർത്തിയായാൽ നല്ലത് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ അറബികളിൽ വെച്ച് ഏറ്റവും കള്ളന്മാരാണെന്ന് എഴുതി ഞങ്ങൾ കെട്ടിത്തൂക്കുന്നതായിരിക്കും. അബ്ബാസ് പറയുന്നു, എനിക്ക് ആ സമയത്ത് നിവൃത്തിയില്ലാതെ പ്രസ്തുത സ്വപ്നത്തെ നിഷേധിക്കേണ്ടി വന്നു. ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ ഒരു സ്വപ്നം ആരും കണ്ടിട്ടില്ല, ആത്തിക ഒരു സ്വപ്നവും കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. തുടർന്ന് ഞങ്ങളെല്ലാവരും ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിലെ എല്ലാ സ്ത്രീകളും എൻ്റെ അടുക്കലെത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നേരത്തെ ആ വൃത്തികെട്ടവൻ നിങ്ങളുടെ പുരുഷന്മാരെ കുറിച്ചായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കേട്ട് സഹിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ സ്ത്രീകളെ പറ്റി മോശമായി സംസാരിക്കാൻ തുടങ്ങുന്നു. അതും നിശബ്ദമായി കേൾക്കുകയും അയാളുടെ അനാവശ്യം പറച്ചിലിന് ഒരു മറുപടിയും കൊടുക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ആത്മാഭിമാനം എന്നൊരു കാര്യമില്ലേ? അതെവിടെ പോയി? അങ്ങനെ കുടുംബത്തിലെ സ്ത്രീകൾ അദ്ദേഹത്തെ പ്രകോപിക്കാൻ തുടങ്ങി. അബ്ബാസ് പറയുന്നു, ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ്, ഞാൻ അത് തന്നെയാണല്ലോ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ അപരാധവും ഒന്നുമില്ല. അള്ളാഹുവാണ്, ഞാൻ അയാളുടെ അടുക്കൽ പോകും. അയാൾ വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അയാളുടെ കഥ കഴിച്ച് നിങ്ങളുടെ മാനനഷ്ടത്തിന് പ്രതിവിധി ചെയ്യുന്നതായിരിക്കും. ഹദരത്ത് അബ്ബാസ് പറയുന്നു, ആത്തികയുടെ സ്വപ്നത്തിന്റെ 3-ാം ദിവസം ഞാൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി. വളരെ ദേഷ്യത്തിലായിരുന്നു ഞാൻ. അതായത് അന്ന് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവത്തിന് ഇന്ന് ഞാൻ പകരം ചോദിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ മസ്ജിദിൽ പ്രവേശിച്ചപ്പോൾ അവിടെ അബൂജഹലിനെ ഞാൻ കണ്ടു. അയാൾ ദൃഢഗാത്രനായ വളരെ കോപത്തോടെ സംസാരിക്കുന്ന വ്യക്തിയാണ്. അള്ളാഹു ആണ്. ഞാൻ അയാളുടെ അടുത്തേക്ക് നീങ്ങി. വീണ്ടും അയാൾ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പലതും പറഞ്ഞാൽ ഞാൻ അയാളുടെ കണക്ക് തീർക്കുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എന്താണ് കാണുന്നത്? അബൂജഹൽ കാബ മന്ദിരത്തിന്റെ കവാടത്തിനടുത്തേക്ക് ഓടുകയാണ്. ഞാൻ മനസ്സിൽ പറഞ്ഞു, അയാൾക്ക് മേൽ ദൈവശാപം ഉണ്ടാകട്ടെ. ഇയാൾക്ക് എന്താണ് ഇത് പറ്റിയത്? ഒരുപക്ഷെ ഞാൻ അയാളെ ശകാരിച്ചെങ്കിലോ എന്ന് കരുതി ഓടിപ്പോയതായിരിക്കും എന്ന് ഞാൻ കരുതി. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചായിരുന്നു. അയാൾ സംസം ബിൻ അമ്ര ഗഫാരിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിരുന്നു. പക്ഷെ ഞാനത് കേട്ടിരുന്നില്ല. അത് സംസം തന്റെ ഒട്ടകപ്പുറത്തിൽ ഇരുന്ന് ഉറക്കി വിളിച്ച് അലറുന്നുണ്ടായിരുന്നു. അയാൾ ഒട്ടകത്തിന്റെ ചെവിയും മൂക്കും ഛേദിക്കുകയും ഒട്ടകപ്പുറത്തിരിക്കുന്നുള്ള തന്റെ ഇടപ്പിടം തിരിച്ചിടുകയും തന്റെ കുപ്പായം വലിച്ചു കയറുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു ഉണ്ടായിരുന്നു, കാഫില കാഫില, അതായത് തങ്ങളുടെ ഈ സംഘത്തെ രക്ഷിക്കുക. ഞങ്ങളുടെ എല്ലാ സമ്പത്തും സ്വത്തും ഈ കച്ചവട സംഘത്തിന്റെ പക്കലാണുള്ളത്. അത് അബൂ സുഫിയാനോടൊപ്പം വരുന്നുണ്ട്. അതിനുമേൽ കടന്നാക്രമണം നടത്താനായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരും മുന്നേറുന്നുണ്ട്. പറയുന്നു, ഞാൻ ഇത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത് അവർ നിങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് സാധ്യമാകുന്ന അത്രയും വേഗം നിങ്ങൾ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക. അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സമയത്തെത്താൻ കഴിയുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഏതായാലും ഈ കാര്യങ്ങളിൽ വ്യാപൃതരായതിനാൽ ആദ്യത്തെ കാര്യത്തിലേക്ക് എനിക്കോ അബൂജഹലിനോ ചിന്ത പോയില്ല. പിന്നെ ആ പഴയ കാര്യമൊക്കെ മറന്നുപോയി. എഴുതുന്നു, ഖുറൈശികൾ സംസമിന്റെ വിളി കേട്ടപ്പോൾ അവർ വളരെ കോപാകുലരായി. ജനങ്ങളെ യുദ്ധത്തിന് വേണ്ടി സജ്ജരാക്കാൻ അവർ ആവേശം സംജാതമാക്കുന്ന വാക്കുകൾ പറഞ്ഞു തുടങ്ങി. അവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരും കരുതുന്നത് ഇത് ഇബ്നു ഹസ്റമിന്റെ പോലുള്ള കച്ചവട സംഘമാണെന്നാണ്. ഒരിക്കലുമില്ല, അള്ളാഹു ആണ്. ഇത് അത്തരമൊരു സംഘമല്ല, ഇത് വേറെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നതാണ്.
അമർ ബിൻ ഹസ്രമിയുടെ കച്ചവട സംഘം മുസ്ലിങ്ങളുടെ കയ്യിൽ വധിക്കപ്പെട്ട കാര്യം ഞാൻ സരിയ അബ്ദുള്ള ബിൻ ജേഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അതിൽ മുസ്ലിങ്ങൾ നിഷ്പ്രയാസം ഇബ്ന് ഹസ്രമിയെ വധിക്കുകയുണ്ടായി. അയാളുടെ സമ്പത്ത് അധീനപ്പെടുത്തുകയുണ്ടായി. ഏതായാലും ഖുറൈശികൾ തയ്യാറെടുപ്പ് തുടങ്ങി. ഓരോരുത്തരും യുദ്ധത്തിന് ശേഷം സ്വയം പുറപ്പെടുകയോ അല്ലെങ്കിൽ സ്വന്തം ചെലവിൽ ആരെങ്കിലും പറഞ്ഞു വിടുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു മൂപ്പൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും അദ്ദേഹത്തിൻ്റെ സ്വാഭികളുമായ സുഹൃത്തുക്കളെയും, അതായത് മദീനക്കാർക്കും നിങ്ങളുടെ മുതലുകൾ കൊള്ളയടിക്കാൻ അനുവദിക്കുമോ? സമ്പത്ത് ആവശ്യമുള്ളവർക്ക് എൻ്റെ സമ്പത്ത് ഞാൻ നൽകാൻ തയ്യാറാണ്. അന്നപാനീയങ്ങളാണ് ആവശ്യമെങ്കിൽ അതും ഞാൻ ലഭ്യമാക്കുന്നതാണ്. ചിലർ 200 ദീനാറും മറ്റു ചിലർ 300 ദീനാറും മറ്റു ചിലർ 500 ദീനാറും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതൊക്കെ ചെലവഴിക്കാവുന്നതാണ്. ചിലർ 20 ഒട്ടകങ്ങൾ യുദ്ധത്തിന് വേണ്ടി നൽകി. ചിലർ യുദ്ധത്തിന് പോകുന്നവരുടെ വീട്ടുകാരുടെ ചെലവുകൾ വഹിക്കാമെന്ന് ഏറ്റു. സ്വയം യുദ്ധത്തിന് പോകാൻ കഴിയാത്തവർ തങ്ങളുടെ ചെലവിൽ മറ്റുള്ളവരെ പറഞ്ഞയച്ചുകയും അങ്ങനെ 2-3 ദിവസത്തിനുള്ളിൽ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം സ്മരണീയമാണ്. അയാൾ പെട്ടെന്ന് എല്ലാവരും എത്തുക എന്ന് വിളംബരം ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ 2-3 ദിവസം യുദ്ധത്തിന് വേണ്ടി നല്ല തയ്യാറെടുപ്പ് നടത്തി. ഈ തയ്യാറെടുപ്പ് പറയുന്നത് മക്കക്കാർ മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധത്തിന് കാരണം അന്വേഷിച്ചു നടക്കുകയായിരുന്നു എന്നാണ്. അല്ലാതെ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ വിളംബരം കേട്ട ഉടനെ അവിടെ എത്തിച്ചേരുമായിരുന്നു, കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി പുറപ്പെട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. അവർ കച്ചവട സംഘത്തെ രക്ഷിക്കുന്നതിന് പകരം യുദ്ധത്തിനുള്ള സർവ്വസന്നാഹങ്ങളുമാണ് നടത്തിയത്. ഖുറൈശി മൂപ്പന്മാരെ സംബന്ധിച്ച് എഴുതുന്നു, 5 ഖുറൈശി മൂപ്പന്മാർ ഉമയ്യ ബിൻ ഖലഫ്, ഉത്ബ ബിൻ റബിയ, ഷേബ ബിൻ റബിയ, സമ ബിൻ അസ്വദ്, ഹക്കീം ബിൻ ഹിസാം എന്നിവർ യുദ്ധത്തിന് പുറപ്പെടണോ വേണ്ടിയോ എന്നറിയാൻ വേണ്ടി അമ്പുകൾ കൊണ്ട് ശകുനം നോക്കി. അതിൽ ദുശകുനത്തിൻ്റെ അമ്പാണ് വന്നത്. അങ്ങനെ അവർ യുദ്ധത്തിൽ നിന്നും പോകുന്നതിന് വിലക്കുണ്ടായി. ആ അമ്പിൽ അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, യുദ്ധത്തിന് പോകരുത് എന്ന അമ്പാണ് കിട്ടിയത്. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, യുദ്ധത്തിന് ഇവർ പോകുന്നതല്ല. പക്ഷേ പിന്നീട് അബൂജഹൽ അവരുടെ പക്കൽ വന്നു. എന്നിട്ട് സമ്മർദ്ദിക്കാൻ തുടങ്ങി. അത് സംബന്ധിച്ച് ഉഖ്ബ ബിൻ അബു മുഅയ്യത്തും നദർ ബിൻ ഹാരിസും അബൂജഹലിനോടൊപ്പം കൂടി അവരെ കൊണ്ടുപോകാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഉത്ബയുടെയും ഷെയ്ബയുടെയും അടിമകൾ അവരോട് പറഞ്ഞു, ദൈവത്താണ്, നിങ്ങൾ രണ്ടുപേരും യുദ്ധത്തിനല്ല മറിച്ച് തങ്ങളുടെ വധസ്ഥലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും യുദ്ധത്തിന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. പക്ഷെ അബൂജഹലിന്റെ കടുത്ത സമ്മർദ്ദം കാരണം അവർ രണ്ടുപേരും എല്ലാവരുടെയും കൂടെ പുറപ്പെടാമെന്ന്, വഴിയിൽ വെച്ച് തിരിച്ചു വരാമെന്നും തീരുമാനിച്ച് പുറപ്പെട്ടു. യുദ്ധസംബന്ധമായ കാഫിര്യങ്ങളുടെ നിഷേധികളുടെ തയ്യാറെടുപ്പും അവരുടെ അംഗപ്പുറപ്പാടും സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും സംഭവങ്ങളും ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. വളരെ വിശദമായ കാര്യങ്ങളാണ് അതൊക്കെ. Alhamdulillah, 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 nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم
وادعوه يستجب لكم ولذكر الله أكبر.